വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഫോർച്യൂണർ, ഇന്നോവ, കാംറി തുടങ്ങിയ കരുത്തന്മാരാണ്. ഇവയ്ക്കൊപ്പം ടൊയോട്ടയ്ക്ക് ചില ഹൈ എൻഡ് മോഡലുകളുമുണ്ട്. എന്നാൽ ഫോർച്യൂണറിനൊപ്പം നിൽക്കാൻ കെൽപ്പുള്ള ഒരു പുതിയ പ്രീമിയം SUV കൂടി വന്നാൽ അത് വിപണിയിൽ വലിയ ഹിറ്റാകാൻ സാധ്യതയുണ്ട് അല്ലേ? അതെ, നമ്മൾ സംസാരിക്കുന്നത് ടൊയോട്ടയുടെ പുത്തൻ അവതാരമായ പുതിയ RAV4നെ കുറിച്ചാണ്. ആറാം തലമുറ മോഡലായി ഇപ്പോൾ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്ന RAV4 മുൻപത്തേക്കാൾ ഷാർപ്പായ ലുക്കായിട്ടാണ് വരുന്നത്. ഹൈബ്രിഡ് അല്ലെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് പതിപ്പുകളിലാണ് ഇത് ലഭ്യമാകുന്നത്. എന്തൊക്കെയാണ് ഈ പുതിയ RAV4ന്റെ പ്രധാന സവിശേഷതകൾ? നമുക്ക് നോക്കാം. ഒരു പുതിയ ഹൈബ്രിഡ് സിസ്റ്റം സ്റ്റാൻഡേർഡ് ആയി വരുന്നു. ഇതിന് 226 bhp പവർ ഉണ്ട്. കൂടുതൽ കരുത്തുള്ള ഒരു ഓൾ വീൽ ഡ്രൈവ് പതിപ്പും ലഭ്യമാണ്. ഇവയ്ക്കൊപ്പം അത്ര തന്നെ കരുത്തുള്ള ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലും ടൊയോട്ട അവതരിപ്പിച്ചിട്ടുണ്ട്. ഡിസൈനിന്റെ കാര്യത്തിൽ കൂടുതൽ സ്പോർട്ടി ലുക്ക് നൽകുന്ന ഒരു GR സ്പോർട്ട് ട്രീം ഇതിലുണ്ട്. പുതിയ കാംറിയിൽ നമ്മൾ കണ്ട അതേ C ഷേപ്പിലുള്ള ഡിസൈൻ ശൈലി RAV4ലും തുടരുന്നു. ഇനി അകത്തേക്ക് വന്നാലോ? ഇന്റീരിയറും അടിമുടി മാറിയിട്ടുണ്ട്. വലിയ 12.9 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യകൾ. വലിപ്പത്തിന്റെ കാര്യത്തിൽ ഫോർച്യൂണറിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു പ്രീമിയം ഹൈബ്രിഡ് SUV ആണ് RAV4 എന്ന് കൃത്യമായി പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ ടൊയോട്ട RAV4 ഇന്ത്യക്ക് അനുയോജ്യമാണെന്ന് പറയുന്നത്? നമുക്ക് ആ കാര്യങ്ങൾ കൂടി ഒന്ന് പെട്ടെന്ന് നോക്കാം. ഈ SUVക്ക് ഇന്ത്യൻ വിപണിയിൽ വ്യക്തമായ ഒരു സ്ഥാനമുണ്ടെന്നാണ് കരുതുന്നത്. ഇതിവിടെ ലോഞ്ച് ചെയ്താൽ മികച്ച വിജയം നേടാൻ സാധ്യതയുണ്ട്. മുൻപ് ടൊയോട്ട ഇതിന്റെ പഴയ തലമുറ മോഡൽ ഇന്ത്യയിൽ ഇറക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പുതിയ കൂടുതൽ അപ്ഡേറ്റ് ആയ മോഡൽ കൊണ്ടുവരുന്നതാണ് കൂടുതൽ യുക്തിസഹം. ഇന്ത്യയിൽ ഒരു പ്രീമിയം ഹൈബ്രിഡ് SUVക്ക് വ്യക്തമായ ഒരു ഗ്യാപ്പ് നിലവിലുണ്ട്. വില ഒരുപക്ഷെ ഒരു പ്രശ്നമായേക്കാം. ഒരുപക്ഷെ ലെക്സസ് മോഡലുകളോട് അടുത്തു നിൽക്കുന്ന വിലയായിരിക്കാം ഇതിന്. എന്നാൽ കാംറിയും ലെക്സസ് ES പോലുള്ള മോഡലുകളും നിലവിലുള്ള സാഹചര്യത്തിൽ പുതിയ രൂപത്തിലുള്ള RAV4 ലെക്സസ് NXനൊപ്പം വിപണിയിൽ ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ട്. ടൊയോട്ട എന്ന ബ്രാൻഡിനോടുള്ള വിശ്വാസ്യതയും ഹൈബ്രിഡ് SUV എന്ന ആകർഷണീയതയും ചേരുമ്പോൾ അത് വലിയൊരു വിപണി സാധ്യതയാണ് തുറന്നിടുന്നത്. ടൊയോട്ട ഈ മോഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മികച്ച സ്റ്റൈലും ടൊയോട്ടയുടെ വിശ്വാസ്യതയും ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുടെ ഇന്ധനക്ഷമതയും പ്രീമിയം ഫീച്ചറുകളും കൂടി ഒരുമിക്കുമ്പോൾ RAV4ന് ഇന്ത്യൻ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയും. പുതിയ ടൊയോട്ട RAV4 ഇന്ത്യയിൽ വന്നാൽ നിങ്ങൾ വാങ്ങാൻ തയ്യാറാകുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.